ഹായ് കുഞ്ഞുമക്കളെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? സുഖമാണല്ലേ? ഞാൻ സരോജ റോബിൻ, ഹയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. CS20ലേക്ക് ഏവർക്കും സ്വാഗതം. ഇംപ്രൂവ്മെൻറ്റ് എക്സാം എഴുതുന്നവർക്ക് വേണ്ടി തയ്യാറാക്കിയ വീഡിയോ ആണിത്. അപ്പോൾ അവർ ഒത്തിരി ബുദ്ധിമുട്ടുന്ന, അതായത് ജയിക്കാനായി ഒത്തിരി ബുദ്ധിമുട്ടുന്ന കുട്ടികൾക്കും ഈസി ആയിട്ട് ജയിക്കാനും പെട്ടെന്ന് തന്നെ പഠിച്ചെടുക്കാനുള്ള വിദ്യകളാണ് ഇതിനകത്തുള്ളത്. അപ്പോൾ ഇതൊന്ന് കാണുക. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ല മാർക്കോടുകൂടെ തന്നെ ജയിക്കാനായിട്ട് സാധിക്കും. ഒരു 5 മിനിറ്റിൽ നിങ്ങൾക്കിത് പഠിച്ചെടുക്കാനായിട്ട് സാധിക്കും. വീഡിയോ ആദ്യം മുതൽ അവസാനം വരെയും കാണുക. അപ്പോൾ മെമ്മറി ട്രിക്സ് ഒത്തിരി നന്നായിട്ട് മനസ്സിലുറപ്പിക്കുന്ന കുഞ്ഞു കുഞ്ഞു കാര്യങ്ങൾ എക്സാമ്പിളിലൂടെ ഇവിടെ വിവരിക്കുകയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലോട്ട് ഒട്ടും താമസിയാതെ പോകാം. റെഡിയാണല്ലേ? പോകാം ക്ലാസ്സിലോട്ട്. ഫോക്കസ് ഏരിയ ഈ 3 കാര്യങ്ങൾ മാത്രം പഠിച്ചാൽ മതി. ഓരോന്നായിട്ട് നമുക്ക് നോക്കാം. വെബ് ഹോസ്റ്റിംഗ്. നമ്മൾ ഒരു ലൈബ്രറിയിൽ ബുക്സുകളൊക്കെ എവിടെയാണ് സ്റ്റോർ ചെയ്തിരിച്ചിരിക്കുന്നത്? ബുക്ക് ഷെൽഫിൽ ബുക്സുകളൊക്കെ സ്റ്റോർ ചെയ്യും അല്ലേ? അതുപോലെ വെബ് പേജസ് വെബ് സെർവറിൽ സ്റ്റോർ ചെയ്യുന്ന പ്രോസസ്സിനെയാണ് വെബ് ഹോസ്റ്റിംഗ് എന്ന് പറയുന്നത്. എന്താണ്? ഒരു വെബ് സെർവറിൽ വെബ് പേജുകൾ സംഭരിക്കുന്ന പ്രക്രിയയെ വെബ് ഹോസ്റ്റിംഗ് എന്ന് വിളിക്കുന്നു. പഠിച്ചല്ലോ? തറവായല്ലോ? അപ്പോൾ അത് മനസ്സിലാക്കി, എന്താണെന്ന് ഐഡിയ മനസ്സിലാക്കി വയ്ക്കുക. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാകും. ആ സെൻറ്റൻസ് പഠിച്ചിരിക്കും. ഇനി ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് വെബ് ഹോസ്റ്റിംഗ് എന്നുണ്ട്. 3 ടൈപ്പാണുള്ളത്. ഷെയർഡ് ഹോസ്റ്റിംഗ്, ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്, വെർച്വൽ ഹോസ്റ്റിംഗ്. ഈ പേരുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. വെർച്വൽ ഹോസ്റ്റിങ്ങിന് VPS അല്ലെങ്കിൽ വെർച്വൽ പ്രൈവറ്റ് സെർവർ, മിക്കവാറും ഇങ്ങനെ ചോദിക്കാം. വെർച്വൽ പ്രൈവറ്റ് സെർവർ, ഈ പേര് പഠിക്കണം. അപ്പോൾ ഈ 3 പേരും ഇതുപോലെ പഠിക്കുക. ഇതിൻ്റെ ഫുൾ ഫോം പഠിക്കണം. ഓക്കെ, അടുത്തത് ഷെയർഡ് ഹോസ്റ്റിംഗ്. ഇതിൽ ഓരോന്നും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സ്റ്റാറൊക്കെ കണ്ടാൽ ശ്രദ്ധിക്കുക. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആണെന്ന് കാണിക്കുന്നതാണ്. എൻ്റെ വീഡിയോയിൽ ശ്രദ്ധിക്കുക. അപ്പോൾ ഷെയർഡ് എന്ന് പറഞ്ഞാൽ എന്താണ്? പങ്കുവയ്ക്കുന്നത് അല്ലേ? സെർവർ ഈസ് ഷെയർഡ് ബൈ മൾട്ടിപ്പിൾ കസ്റ്റമേഴ്സ്. ഒന്നിലധികം ഉപഭോക്താക്കൾ സെർവർ ഇവിടെ പങ്കിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ അത് പഠിക്കണം. ആ സെൻറ്റൻസ് പഠിക്കാൻ ഈസിയാണല്ലോ. നമുക്കൊരു വീട്ടിൽ കണ്ടോ, ഇത്രയും പേര്, അച്ഛനും അമ്മയും 2 മക്കളും അവരുടെ കുടുംബങ്ങളും എല്ലാവരും കൂടെ ഒരു വീട്ടിൽ താമസിക്കുകയാണ്. അപ്പോൾ അവരവിടെ ഷെയർ ചെയ്യുകയാണ് അല്ലേ? പങ്കുവയ്ക്കുകയാണ്. ഇതുപോലെ ഇത് റിയൽ ലൈഫ് എക്സാമ്പിൾ ഞാൻ പറഞ്ഞതന്നേ ഉള്ളൂ. നിങ്ങളിതാണ് എഴുതേണ്ടത്. അടുത്തത്, ഇത് എങ്ങനെയുള്ള, ആർക്കൊക്കെയാണ് ഇത് സ്യൂട്ടബിൾ, അനുയോജ്യമായിട്ടുള്ളതെന്ന് നോക്കാം. ട്രാഫിക് കുറവുള്ള ചെറിയ വെബ്സൈറ്റുകൾക്കാണ് ഇത് അനുയോജ്യം. ട്രാഫിക് എന്ന് പറഞ്ഞാൽ കുറച്ച് സന്ദർശകർ ആവശ്യമുള്ള, ആ വെബ്സൈറ്റ് കുറച്ച് പേരെ സന്ദർശിക്കുള്ളൂ. അങ്ങനെയുള്ള കുഞ്ഞു വെബ്സൈറ്റിനൊക്കെയാണ് ഇങ്ങനത്തെ ഷെയർഡ് ഹോസ്റ്റിംഗ് അനുയോജ്യം. പിന്നെ ഇത് ലെസ് എക്സ്പെൻസീവ് ആണ്. ഷെയർ ചെയ്യുമ്പം തീർച്ചയായിട്ടും ചിലവ് കുറയും അല്ലേ? ചിലവ് കുറവാണ്. ഈസി ടു യൂസ്, ഇത് ഉപയോഗിക്കാൻ എളുപ്പമാണ്. ഡിസഡ്വാൻറ്റേജ് എന്ന് പറയുമ്പോൾ നമുക്ക് സ്ലോ ആണ്. അസസ് ചെയ്യുന്നത് മന്ദഗതിയിലാണ്. വലിയ വെബ്സൈറ്റിനൊന്നും ഇത് അനുയോജ്യമല്ല. ഓക്കെ, പഠിച്ചല്ലോ? വളരെ ഈസിയല്ലേ? അപ്പോൾ ഇത് അതുപോലെ പഠിക്കുക. മലയാളത്തിലെങ്കിൽ മലയാളത്തിൽ എഴുതുക. അടുത്തത് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. എ സെർവർ ഈസ് ഡെഡിക്കേറ്റഡ് ടു ഓൺലി 1 കസ്റ്റമർ. കണ്ടോ? ഒരു കസ്റ്റമറിന് വേണ്ടി ഒരു സെർവർ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുകയാണ്. ഒരു സെർവർ ഒരു ഉപഭോക്താവിന് മാത്രമായിട്ടാണ് സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ കഥയിൽ ഞാൻ പറഞ്ഞതല്ല, അച്ഛനും അമ്മയും മക്കളും അല്ലേ, അവരുടെ ഇപ്പോൾ 2 മക്കളും കല്യാണം ചെയ്തു ഓരോരോ വീടുകളിലോട്ട് അവർ വേറെ സെപ്പറേറ്റ് വീടുകളിൽ പോയെന്ന് വെച്ചോളൂ. അപ്പോൾ ആ വീട് അവർക്ക് വേണ്ടി മാത്രമുള്ളതായിരിക്കും, ഡെഡിക്കേറ്റ് ചെയ്തിരിക്കും അല്ലേ? അപ്പോൾ ഇവിടെ സുരക്ഷ കൂടുതലാണ്. അപ്പോൾ എന്താണ്, വലിയ അളവിലുള്ള ട്രാഫിക്കുള്ള വെബ്സൈറ്റുകൾക്ക് ഇത് അനുയോജ്യമാണ്. ഷെയർഡ് ഹോസ്റ്റിംഗ് കുഞ്ഞ് വെബ്സൈറ്റിനല്ലായിരുന്നു. ഇവിടെയാണെങ്കിൽ ഒത്തിരി സന്ദർശകരുള്ള വെബ്സൈറ്റൊക്കെയാണ്. വലിയ ആമസോൺ പോലത്തൊക്കെ വലിയ വെബ്സൈറ്റില്ലേ, പിന്നെ ചില ഓർഗനൈസേഷൻ, ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്, ഇങ്ങനത്തെ അവരുടെയൊക്കെ വെബ്സൈറ്റിനൊക്കെയാണ് ഈ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ് കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. ഇവിടെ ഷെയർ ചെയ്യുന്നില്ല. അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ സ്പീഡായിട്ട് അസസ് ചെയ്യാനായിട്ട് സാധിക്കും. പിന്നെ സെക്യൂരിറ്റി കൂടുതലാണ്, സുരക്ഷ കൂടുതലാണ്, ഹൈ ബാൻഡ് വിഡ്ത്ത് ആണ്, ഉയർന്ന ബാൻഡ് വിഡ്ത്ത് ഉണ്ട്. മനസ്സിലായല്ലോ? അടുത്തത് വെർച്വൽ പ്രൈവറ്റ് സെർവർ. അപ്പോൾ ഇത് എന്താണ്? വെർച്വലായിട്ട് ദ സെർവർ ഈസ് വെർച്വലി പാർട്ടീഷൻഡ് ഇൻ ടു സെവറൽ സെർവേഴ്സ് യൂസിങ് ദ വെർച്വലൈസേഷൻ ടെക്നോളജി. വെർച്വലൈസേഷൻ എന്ന സാങ്കേതികവിദ്യ ഉപയോഗിച്ച് ഒരു സെർവറിനെ ഇതുപോലെ നിരവധി സെർവറുകളായിട്ട് വിഭജിക്കപ്പെട്ടിരിക്കുന്നു. ഒരു സെർവറാണ്, പക്ഷേ എന്താണ്, അത് ഡെഡിക്കേറ്റഡ് സെർവർ പോലെ പ്രവർത്തിക്കുകയും ചെയ്യും, ആക്സസ് ചെയ്യും. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ കഥയിൽ അച്ഛനും അമ്മയും മക്കളൊക്കെ അല്ലേ? അപ്പോൾ അച്ഛനും അമ്മയും ഒരു സെക്ഷനിലായിരിക്കും ഈ ഫ്ലാറ്റിൽ താമസിക്കുന്ന ഒരു ഫ്ലാറ്റ്. അടുത്ത മക്കൾ, ഒരു മോൻ്റെ കുടുംബം ഒരു സെക്ഷനിലായിരിക്കും, അടുത്ത മോൻ്റെ കുടുംബം അടുത്ത സെക്ഷനിലായിരിക്കും. അപ്പോൾ ഓരോരുത്തർക്കും അവരുടെ വീട് പോലെ തോന്നുകയും ചെയ്യും. അതേസമയം ഒന്നിലാണ്, ഒരു ഫ്ലാറ്റിലാണ് താമസിക്കുന്നത് അല്ലേ? അതുപോലെ ആ എക്സാമ്പിളാണ്.
ഇത് ഓർക്കാനായിട്ട് റിയൽ ലൈഫ് സിറ്റുവേഷൻ പറയുന്നതാണ്, പരീക്ഷയ്ക്ക് അത് എഴുതി വെക്കരുത്. അപ്പോൾ ഇവിടെ ഓരോ സെർവറും ഒരു ഡെഡിക്കേറ്റഡ് സെർവർ പോലെയാണ് പ്രവർത്തിക്കുന്നത്. ഇറ്റ് ഈസ് ലെസ് എക്സ്പെൻസീവ് ദാൻ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിങ്ങിനേക്കാളും നമുക്കിത് ചിലവ് ഇവിടെ കുറവാണ്. അപ്പോൾ സ്യൂട്ടബിൾ ഫോർ വെബ്സൈറ്റ്സ് ദാറ്റ് റിക്വയർ മോർ ഫീച്ചേഴ്സ് ദാൻ ഷെയർഡ് ഹോസ്റ്റിംഗ് ബട്ട് ലെസ് ഫീച്ചേഴ്സ് ദാൻ ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. അപ്പോൾ അത് പഠിച്ചില്ലെങ്കിലും കുഴപ്പമില്ല, ബാക്കിയുള്ളത് അത്രയും പഠിക്കുക, 3 സെൻറ്റൻസും. അപ്പോൾ ഇവിടെ പ്രധാനം എന്ന് പറയുന്നത് ഈ 3 സെൻറ്റൻസും പഠിക്കണം. അതോടൊപ്പം ഇതിൻ്റെ എക്സാമ്പിൾ ചോദിക്കും. വെർച്വലൈസേഷൻ സോഫ്റ്റ്വെയർ, ഇവിടെ വെർച്വലൈസേഷൻ ടെക്നോളജി ഇല്ലേ, അപ്പോൾ അതിന് ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയർസ് ഏതൊക്കെയാണെന്ന് നോക്കാം. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. VMware, വെർച്വൽ ബോക്സ്, ഫ്രീ VPS, യൂസർ മോഡൽ ലിനക്സ്, മൈക്രോസോഫ്റ്റ് ഹൈപ്പർ-വി. ഇത് ഞാൻ ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. VMware ഹാർഡ്വെയർ സോഫ്റ്റ്വെയർ എന്നൊക്കെ കേട്ടിട്ടില്ലേ, അപ്പോൾ വേറെ ഓർക്കാമല്ലോ. VM എന്ന് പറയുമ്പോൾ വിനോദ് മോഹൻ എന്തെങ്കിലും ഒരു പേര് ഓർക്കുക, വിനോദ് മോഹൻ്റെ വേറെ എന്തെങ്കിലും ഓർക്കുക. അപ്പം VMware പഠിച്ചല്ലോ. അദ്ദേഹത്തിന് ഒരു വെർച്വൽ ബോക്സ് ഉണ്ടായിരുന്നു, ജുവൽ ബോക്സ് എന്നൊക്കെ കേട്ടിട്ടില്ല. അതുപോലെ ഇവിടെ വെർച്വലൈസേഷൻ ടെക്നോളജി, അപ്പോൾ വെർച്വൽ ബോക്സ് എന്ന് ഓർക്കുക, ജുവൽ ബോക്സ്, വെർച്വൽ ബോക്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് അത് ഫ്രീ ആയിട്ട് അയച്ചു, ഫ്രീ VPS പഠിച്ചല്ലോ. എന്നിട്ട് ആർക്കാണ് അയച്ചത്? യൂസർ ലിനക്സിൻ്റെ യൂസറിന് കൊടുത്തു, യൂസർ മോഡ് ലിനക്സിനാണ് അയച്ചത്. എന്നിട്ട് അപ്പോൾ മൈക്രോസോഫ്റ്റിന് ഹൈപ്പർ ടെൻഷൻ വന്നെന്തെങ്കിലും ഓർക്കുക, അപ്പോൾ മൈക്രോസോഫ്റ്റ് ഹൈപ്പർ-വി പഠിച്ചല്ലോ. അപ്പോൾ ഏകദേശം ഇങ്ങനെയൊക്കെ മനസ്സിലൊരു ടിപ്സൊക്കെ വെച്ച് പഠിക്കുക. അപ്പോൾ നിങ്ങൾക്കിത് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ വെർച്വൽ എന്ന് പറയുമ്പോഴേ ഇവിടെ വെർച്വൽ ബോക്സ് എന്നെങ്കിലും ഓർക്കണം. ഇങ്ങനെ 2-3 എക്സാമ്പിളെങ്കിലും പഠിക്കുക, അല്ലെങ്കിൽ ഇത്രയും ഓർത്ത് വയ്ക്കുക. അടുത്തത് ഡിഫറൻഷിയേഷൻ ബിറ്റ്വീൻ ഷെയർഡ് ആൻഡ് ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. ഞാനിപ്പോൾ പറഞ്ഞു തന്നത് തന്നെയാണ്, അത് പഠിക്കുക. അടുത്തത് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, നമ്മളൊരു ഓഫീസിൽ പോയാൽ ഒരാളുടെ അടുത്തിരിക്കുന്ന ഫയൽ മറ്റൊരാളുടെ അടുത്ത് പോകണമെങ്കിൽ നമുക്ക് ഈ ഫയലെടുത്ത് നടന്ന് അപ്പുറത്ത് കൊണ്ട് കൊടുത്താൽ മതി അല്ലേ. പക്ഷേ കമ്പ്യൂട്ടറിനകത്തിരിക്കുന്ന വെബ്സൈറ്റിൻ്റെ ഫയലിനെ വെബ് സെർവറിൽ എങ്ങനെയാണ് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റുന്നത്? അപ്പോൾ അതിനുവേണ്ടി ഉപയോഗിക്കുന്നതാണ് FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. ഇറ്റ് ഈസ് യൂസ്ഡ് ടു ട്രാൻസ്ഫർ ഫയൽസ് ഓഫ് എ വെബ്സൈറ്റ് ടു എ വെബ് സെർവർ. മനസ്സിലായല്ലോ. ഒരു വെബ്സൈറ്റിൻ്റെ ഫയലുകൾ ഒരു വെബ് സെർവറിലേക്ക് കൈമാറാനാണ് ഇത് ഉപയോഗിക്കുന്നത്. ഏത്? FTP ക്ലയൻറ്റ് സോഫ്റ്റ്വെയർ. അപ്പോൾ അതിന് എക്സാമ്പിൾ ചോദിക്കും കേട്ടോ, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഫയൽസ് ഇല്ല, ക്യൂട്ട് FTP, സ്മാർട്ട് FTP. ഇത് ഈസി ആയിട്ട് നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഒരു സില്ല ചേച്ചിയെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ. ഫയലുള്ള സില്ല ചേച്ചി ക്യൂട്ടാണ്, സ്മാർട്ടാണ്. അതിൽ FTP ഇടണം കേട്ടോ. അപ്പോൾ ഫയൽസ് ഇല്ല, ക്യൂട്ട് FTP, സ്മാർട്ട് FTP. ഓർത്തല്ല, ഫയലുള്ള സില്ല ചേച്ചി ക്യൂട്ടാണ്, സ്മാർട്ടാണ്. അപ്പോൾ അത് പഠിച്ചു. അടുത്തത് ഫ്രീ ഹോസ്റ്റിംഗ്. പേര് പോലെ തന്നെ ഇത് ഫ്രീ ആണ്. വെബ് ഹോസ്റ്റിംഗ് സൗജന്യമായി നൽകുന്നതാണ് ഫ്രീ ഹോസ്റ്റിംഗ്. മനസ്സിലായല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഇവിടെ? അപ്പോൾ പരസ്യത്തിലൂടെ ലഭിക്കുന്ന വരുമാനത്തിലൂടെയാണ് ഈ സേവനങ്ങൾ നൽകുന്നത്. അത് പ്രധാനമാണ് കേട്ടോ. അഡ്വർടൈസ്മെൻറ്റ് വഴിയാണ് ഈ സേവനങ്ങളൊക്കെ അവർ നൽകുന്നത്. അപ്പോൾ സൗജന്യമായിട്ട് ലഭിക്കുന്ന വെബ് ഹോസ്റ്റിംഗ് സേവന സൈറ്റുകൾ ഏതൊക്കെയാണ്? ഇതിനുള്ള ഫ്രീ ഹോസ്റ്റിങ്ങിനുള്ള സൈറ്റുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ sites.google.com, yola.com. മനസ്സിലായോ? അപ്പോൾ അതിനൊരു എക്സാമ്പിൾ നിങ്ങൾക്കൊരു ടിപ്സ് തരാം. ഈ ഓല വർക്ക് കേട്ടോ. ഗൂഗിളിൻ്റെ സൈറ്റിൽ ഓല വീണു. അപ്പോൾ ഓല എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടെ ഇടണേ, ഓല വീണു. അപ്പോൾ site.google.com, yola.com പഠിച്ചല്ലോ. അപ്പോൾ എക്സാമ്പിൾസൊക്കെ ഓരോന്നിലും പ്രധാനമാണ്. ഇവിടെ 3 എക്സാമ്പിൾസ് പഠിച്ചത്, അതൊക്കെ പഠിക്കുക. പിന്നെ ഇവിടെ പ്രീവിയസ് ഇയറിലെ ക്വസ്റ്റ്യൻസൊക്കെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് നിങ്ങൾ പഠിച്ചു കഴിഞ്ഞാൽ ഇതൊക്കെ നിങ്ങൾക്ക് ആൻസർ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ ഇവിടെ തന്നെ ആൻസർ ഞാൻ തന്നിട്ടുണ്ട്, നോക്കുക. സ്കൂളിൻ്റെ വെബ്സൈറ്റ് ആണെങ്കിൽ ഏത് വെബ് ഹോസ്റ്റിംഗ് ആണ് വേണ്ടത്? ഷെയർഡ് ഹോസ്റ്റിംഗ്. പിന്നെ ഒരു ഒരു കമ്പനി അല്ലെങ്കിൽ ഒരു ഓർഗനൈസേഷൻ, അതിനൊക്കെ ആണെങ്കിൽ എന്താണ്? ഡെഡിക്കേറ്റഡ് ഹോസ്റ്റിംഗ്. പിന്നെ ഒരു ബ്ലോഗ് ഷെയർ ചെയ്യാനും, ബ്ലോഗ് ക്രിയേറ്റ് ചെയ്ത് അതിൻ്റെ പിക്ചറും പോസ്റ്റൊക്കെ ഷെയർ ചെയ്യാനൊക്കെ വെർച്വൽ പ്രൈവറ്റ് സെർവർ ഹോസ്റ്റിംഗ് ആണ്. പിന്നെ ഒരു ലോ കോസ്റ്റ് പേഴ്സണൽ വെബ്സൈറ്റ് ഏതാണ്? ഷെയർഡ് ഹോസ്റ്റിംഗ്. അപ്പോൾ ഇതൊക്കെ ഞാൻ തന്നിട്ടുണ്ട്, ഇതെല്ലാം അതിൽ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്, പഠിക്കുക. ഇതെല്ലാം ഡയറക്റ്റ് ക്വസ്റ്റ്യൻ തന്നെ, നോക്കുമ്പോൾ മനസ്സിലാവും. പിന്നെ ലാസ്റ്റ് സെക്ഷൻ നിങ്ങൾക്ക് അറ്റ് എ ഗ്ലാൻസ് എന്ന ഭാഗമാണ്. ഈ പഠിച്ച ഒരു ചാപ്റ്ററും നിങ്ങൾക്ക് ഒറ്റ നോട്ടത്തിൽ മനസ്സിൽ കൊണ്ടുവരാനുള്ള വിദ്യകളാണ്. ഇത് അതുപോലെ നിങ്ങൾ പഠിക്കുക. അപ്പോൾ ഇത് നോക്കുമ്പോൾ അറിയാം എല്ലാ കാര്യങ്ങളും അതിനകത്തുണ്ട്. ഈ പേജിൽ തന്നെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇന്ന് പഠിപ്പിച്ച പാഠം നന്നായിട്ട് പഠിക്കുക, അന്നെന്നുള്ളത് പഠിച്ചു പോവുക. ഈ ചാപ്റ്ററിൽ നിന്ന് 10 മാർക്കിനെങ്കിലും നിങ്ങൾക്ക് മിനിമം ചോദിച്ചിരിക്കും. ഞാൻ എന്താണോ തന്നത് അത് മാത്രം പഠിച്ചാൽ മതി, ഷുവറായിട്ട് നല്ല മാർക്ക് കിട്ടും. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നവരെ ബൈ. There are no secrets to success. It is the result of preparation, hard work and learning from failure.